പോയി തപ്പും ഞാൻ. ആ കുക്കു ഈ ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി നാളിവിടെ എവിടെയോ ഉണ്ട്. ആ അമ്മേ ഇവിടെ വന്ന് നിൽക്കുകയാണോ? അതെ മോളെ, ഞാൻ മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ മോൻ പറഞ്ഞു ഓൻ ഇപ്പൊ വരും എന്ന് പറഞ്ഞു. അപ്പൊ വണ്ടീന്റെ ഒച്ചയിട്ടപ്പോ ഞാൻ വിചാരിച്ചു ഓൻ വരികയാക്കി വെച്ചിട്ട് ഓനെ കാണാനും വേണ്ടിട്ട് ഓനെ കൂട്ടാലോ വെച്ചിട്ട് ഓനെ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നതാ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോന്നിട്ടേ ഉള്ളൂ. ഞാൻ എത്ര പറഞ്ഞ അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി പോയത്? ആരെയും വീണ് കിടന്നാൽ ആരെയും കണ്ടില്ല എന്താക്കും? ഇല്ലേ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോന്നിട്ടേ ഉള്ളൂ. വണ്ടി ഈ എന്നെ വിട്ടോ, ഞാൻ വന്നോളാം. എനിക്ക് അല്ലേ തന്നെ ദേഷ്യം പിടിക്കണം. ഞാൻ കുഴങ്ങി വീട്ടിലേക്ക് വന്നപ്പോ നിങ്ങൾ ഇത് ആടെയും ഇവിടെയും പോയി നിക്കുക. മോൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞായിട്ട്. അല്ല ഇനിയിപ്പോ ഇവിടെ ഇരിക്കുവോ അല്ലെങ്കിൽ അതിലെ ഇറങ്ങി പോവോ? ഒക്കെ ഒന്ന് ഡ്രസ്സ് മാറ്റാനുള്ള സമയമെങ്കിലും തരുമോ? ഇനി പോയി മാറ്റി പോരാമ അവിടെ ഇരിക്കും. ക്ഷീണായിപ്പോയി. മോനെ കാത്തു നിന്നിട്ട് ഓനെ വന്നതും ഇല്ല. ഓൻ ഇപ്പൊ വരികയായിരിക്കും. കുറച്ചേരം പോയി കിടക്കട്ടെ. ക്ഷീണായിപ്പോയി, വിശന്നിട്ടും വയ്യ. അവൻ വന്നിട്ട് തിന്നാച്ചിട്ട് ആ ചോറ് എടുത്ത് വെച്ചിട്ട് വരുമ്പോ നീക്കാം. ഇവിടെ ആരും ഇല്ലേ? ആരും കാണുന്നില്ലല്ലോ. ഇനിയേ ആ ആരാത്? ഇതെവിടുന്നാപ്പോ ഈ സമയത്ത്? ഗ്രാമസഭക്ക് ഏതേനി എന്നാ പച്ചക്കറിത്തൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടിയോ? ഈ എന്തേ പോവാഞ്ഞേ? ഞാൻ പോയില്ലക്ക് അതിനൊന്നും നേരല്ലേ. അമ്മയുടെ പണിയില്ല. അമ്മേനെ ഒന്ന് കണ്ടു പോകാ വിചാരിച്ചു. അതൊന്നും പറയണ്ട. ഇത്തിരി സാധനം വാങ്ങാൻ ഞാൻ പുറത്തേക്ക് പോയിനി. അപ്പൊ ഞാൻ പോയി നോക്കുമ്പോ മോൻ വരുന്നുണ്ട് കണ്ട. ആ റോട്ടുമ്പോ പോയി വെയിലത്ത് ഇങ്ങനെ ദൈവേ, വണ്ടിയേറ്റം തട്ടിപ്പോയിണ്ട്. ക്ഷീണിച്ച് ഇതാ വന്ന് കിടക്കുന്നുണ്ടോ? ഇതാ അവിടെ ഉണ്ട് കിടക്കുക. അയ്യോ, അങ്ങനെയൊക്കെ വയ്യാതെ അങ്ങനെ സ്വന്തം നടക്കാൻ പറ്റുമെന്നാല് വയ്യെങ്കില് അവിടെ ഒന്നും പറഞ്ഞാ കേക്കൂല. പിന്നെ എന്ത് ചെയ്യാനാ? മനുഷ്യനെ കഷ്ടപ്പെടുത്തുകന്നല്ലാതെ. പുകയടിച്ചിട്ടാണ് വയ്യ. ഏത് കാലത്തേക്കല്ല ഒരു ഗ്യാസൊക്കെ ഒന്ന് ശരിയാക്കാനാവുക? ഈ അടുപ്പ് കത്തിച്ച് മനുഷ്യന്റെ ആയുസ് കൊടുക്കാനായി. ഏത് സമയം ഈ അടുപ്പാണ് ശരണം. ഈ ചായ എടുക്കേനി. ഞാൻ അങ്ങോട്ട് പോന്ന്. ഇവിടെ ഇരിക്കാലോ അല്ലേ? ആ ഞാൻ ചായ ആയിട്ട് എടുക്കാതിരിക്കേനി. ഏതായാലും നിങ്ങൾ ഇവിടുന്ന് കുടിച്ചോളി. ഓ, അടുക്കളയൊക്കെ പോക പിടിച്ച് നാശമായി കിടക്കണല്ലോ. അമ്മയ്ക്ക് ഒരു ഗ്ലാസ് കൊടുക്കാറിഞ്ഞ് വിചാരിച്ചു 2 ഗ്ലാസ്സൊക്കെ എടുത്തേക്കും കുടിക്കാച്ചും കേട്ടോ. അപ്പൊ അമ്മയാണ് ക്ഷീണിച്ച് അവിടെ കിടക്കുന്നുണ്ടില്ല. നിങ്ങള് ഈ ചൂലൊക്കെ മടഞ്ഞത് അയ്യന്നെ മടഞ്ഞതാണോ? അതൊക്കെ ഞാൻ അതിലേ നടന്ന് പട്ട കിട്ടുമ്പോ ഒക്കെ ആക്കി വെക്കുന്നതാണ്. പിന്നെ അല്ലാതെ പോകല്ലേ? അടുപ്പിന് എന്തൊന്നും പിന്നെ ഗ്യാസ് ഒന്നും ഇല്ലല്ലേ? ഗ്യാസ് ഇല്ല. ഒന്നും ശരിയാക്കാൻ കഴിഞ്ഞു നോക്കി വിറക് എത്തിച്ചാ ഞാൻ ഇത്രയും കാലമൊക്കെ ആക്കുന്നത്. അടുപ്പ് പക്ഷെക്ക് ഇതാണ് സുഖം. അങ്ങനെ ആക്കിയാ മതി. അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് കഥ കേൾക്കണോ? പിന്നെ അമ്മേന്റെ വിചാരേ മോന് എന്ത് ഓളയും കൊണ്ടാട് വയനാട്ടിലേക്ക് പോയിന്. അമ്മേനോട് ഞാൻ പറഞ്ഞു. എങ്ങനെ അമ്മേനോട് പറയാ? അമ്മ മോനെയും കാത്താടെ റൂട്ടുമ്മ പോയിക്കുക. അയ്യോ, പക്ഷെ അമ്മേനോട് പറയാൻ കേൾക്കില്ല. അറിയാൻ ഞാൻ പറ്റുമോ? ഇനിയിപ്പോ അറിയണ്ടേ? എന്തായാലും ഓനങ്ങനെ പോയാ ഓല് എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിനാന്ന് ഞാൻ പറഞ്ഞാളാ. അതിനിപ്പോ ഇങ്ങനെ പാഞ്ഞിടന്നെങ്കിൽ അതിന്റെ ഈ കുത്തിരുന്നായിട്ട് ഇങ്ങനെ പുറത്തോണ്ട് നിൽക്കും. അതാണിപ്പോ കിടക്കുക. നിങ്ങളാട്ട് പോരി പുക അടിച്ചവിടെ കുത്തിരുന്നൂടെ? അത് അമ്മയ്ക്ക് കൊടുക്കുകയും ഞാൻ പോരെ വർത്താനം പറഞ്ഞിരിക്കാലോ. എനിക്ക് നേരല്ല, കുറച്ചു നേരമേ കൊടുത്തിരിക്കുള്ളൂ. ഞാൻ പുകയോണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മേ ഇങ്ങോട്ടേക്ക് ചായ കുടിക്ക്. ഇതാരാ? ഞാനാ വഴിയില് വന്ന് പോയെന്ന് കണ്ടില്ലേ നീ? എന്റെ അടുത്തൂടെയാണല്ലേ പോയത്. അതിനെ എങ്ങനെ അറിയാനാ? നല്ല ക്ഷീണ. ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കട്ടെ. ഞാനാകുമ്പോ കൂടുതൽ ക്ഷീണിച്ച് പിന്നെ തെരഞ്ഞു നടന്നും പിടിച്ചല്ലേ. ഞാനേ ചൂടെടുത്തിട്ട് എന്തൊരു ചൂടാ, നിൽക്കാൻ വയ്യ. അപ്പൊ ഞാൻ കുറച്ചേരം മോനെ നോക്കിട്ടേ ഓൻ വരാന്ന് പറഞ്ഞിട്ട് വരെ വന്നില്ല. വണ്ടി എന്നെ വരുമ്പോ ഒച്ച എത്തുമ്പോ ഓൻ വരികയെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി അവിടെ എത്തിപ്പോയി. എത്തിപ്പോയി വഴി തെറ്റിപ്പോയി. വഴി തെറ്റിയല്ല, ഓനെ കാത്തു നിന്നത്. അവൻ ഇപ്പൊ ചോറൊന്നും തിന്നില്ല. അവൻ വരട്ടച്ചിട്ട് ഇങ്ങനെ നിക്കുക. ചോറ് തിന്നില്ല. അവൻ വന്നിട്ട് തിന്നാച്ചിട്ട് വിളിച്ചില്ലല്ലോ മോളെ. വിളിച്ചില്ല. എന്തോ അറിയില്ല. നമ്മള് മുണ്ടും ബ്ലൗസ് കഴിഞ്ഞല്ലോ. ഇപ്പൊ നൈറ്റീമിലായോ?
അതിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തതാ നൈറ്റ് ഇട്ടാ മതിന്ന്. ആ അത് ശരി, ഇതന്നെയാണ് നല്ലത്. നൈറ്റ് ഇട്ടാൽ ചെയ്യുമ്പോ തിരുമ്പാനും കുളിക്കാനും എല്ലാത്തിനും സൗകര്യം. മറ്റു മുണ്ടും ബ്ലൗസും ഒക്കെ എടുക്കണ്ടേ. അല്ല പിന്നെ 100 വയസ്സിലധികം ആയോല് വരെ ഇപ്പം ഇതാ ചുരിദാർ, ചുരിദാറൊക്കെ ആസ്പത്രിയിലൊക്കെ കിടക്കുമ്പോ ചുരിദാറല്ലേ ആൾക്കാരിടുന്നത്. ഇതാ നല്ലത്. നോക്ക് മോളെ, ഒന്ന് സമയം നോക്ക്. എത്ര സമയായി? 5 മണിയായി. അല്ല നിങ്ങൾക്ക് ചോറൊന്നും വേണ്ടേ? നിങ്ങളായിട്ട് നീച്ച് വരി, ഞാൻ ചോറ് കമ്പിത്തരാം. ഓപ്പോഴൊന്നും വരൂല, ഓനെ കാത്തു നിന്നിട്ട്. വരൂലേ? ഒരു കാര്യം ചെയ്യ, എന്റെ കുട്ടി ആ ഫോണെടുത്തൊന്നും അവനെ വിളിച്ചു നോക്ക്. വരുന്നുണ്ടോന്ന് ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഏട്ടപ്പോ വരാന്ന് പറഞ്ഞിട്ട് എന്തെടുക്കുക? അമ്മ ഏട്ടനെയും കാത്ത് ഇതുവരെ ചോറ് പോലും തിന്നാതെ ഇവിടെ കാത്തു നിൽക്കുക. ആണോ?